വർണ്ണവിസ്മയങ്ങളുടെ പറുദീസ എന്നാണ് രാജസ്ഥാൻ അറിയപ്പെടുന്നത്. മനം കുളിർപ്പിക്കും കാഴ്ചകളാൽ സമ്പന്നമാണ് ഇവിടം. രാജസ്ഥാനിലെത്തിയാൽ ചരിത്രപ്രസിദ്ധമായ ജോധ്പൂർ സന്ദർശിക്കാതെ യാത്ര പൂർണ്ണതയിലെത്തില്ല എന്ന് തന്നെ പറയാം. കോട്ടകൾക്കും ക്ഷേത്രങ്ങൾക്കും പ്രശസ്തമായ ഇവിടം നീലനഗരമെന്നും അറിയപ്പെടുന്നു. സൂര്യന്റെ കഠിനമായ ചൂടിൽ നിന്നും രക്ഷ നേടാൻ പുരാതന കാലത്ത് തുടങ്ങിയ ശീലമാണ് വീടുകൾക്ക് നീലനിറം നൽകുക എന്നത്. സൂര്യപ്രകാശത്തിന്റെ തീക്ഷ്ണതയും നഗരത്തിലെ നീലനിറവും ചേരുമ്പോൾ ജോധ്പൂർ സഞ്ചാരികൾക്ക് വിസ്മയലോകമായി മാറും. ഇന്ത്യയുടെ സൺസിറ്റി എന്നും ജോധ്പൂർ അറിയപ്പെടുന്നുണ്ട്. റാത്തോഡ് രജപുത്ര കുടുംബത്തിന്റെ തലവനായ റാവു ജോധയാണ് നഗരം സൃഷ്ടിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും അത്യുജ്വലമായ സൂര്യപ്രകാശമാണ് ജോധ്പൂരിൽ ലഭിക്കുന്നത്. വരണ്ട കാലാവസ്ഥയും തെളിഞ്ഞ ആകാശവും കൊണ്ട് മറ്റേതൊരു ഇന്ത്യൻ നഗരത്തിൽ നിന്നും ജോധ്പൂരിനെ വ്യത്യസ്തമാക്കുന്നു. താർ മരുഭൂമിയുടെ സാമീപ്യമാണ് ജോധ്പൂരിന്റെ കാലാവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. വർഷം മുഴുവനും നീണ്ടുനിൽക്കുന്ന നീണ്ട വെയിൽക്കാലമാണ് ജോധ്പൂരിലുള്ളത്. മേഘങ്ങളുടെ ശല്യമില്ലാത്ത തെളിഞ്ഞ ആകാശം, അതിൽ നിന്ന് പ്രവഹിക്കുന്ന സൂര്യരശ്മികൾ ജോധ്പൂരിന്റെ കോട്ടകളിലും കൊട്ടാരങ്ങളിലും തട്ടുമ്പോൾ അവിസ്മരണീയമായ കാഴ്ച അനുഭവമാണ് സഞ്ചാരികൾക്ക് ലഭ്യമാവുക. ഇതാണ് ജോധ്പൂരിനെ സൂര്യന്റെ സ്വന്തം നാടാക്കുന്നത്. ജോധ്പൂരിന്റെ ചരിത്രം തന്നെ സൂര്യനോടുള്ള ആരാധനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നഗരം സ്ഥാപിച്ച റാത്തോഡ് രാജവംശത്തിലെ ഭരണാധികാരികൾ തങ്ങളെ സൂര്യന്റെ പിന്മുറക്കാരായാണ് കരുതിപ്പോരുന്നത്. അവരുടെ ഭരണകാലത്ത് സൂര്യനെ ശക്തിയുടെയും തേജസ്സിന്റെയും പ്രതീകമായി ആരാധിക്കുകയും ചെയ്തിരുന്നു. ജോധ്പൂരിലെ ജനജീവിതവും സാംസ്കാരിക പാരമ്പര്യവും ഭക്ഷണരീതികൾ പോലും ഈ സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉച്ചസമയത്തെ കഠിനമായ ചൂടിനെ അതിജീവിക്കാൻ ഇവിടുത്തെ വിഭവങ്ങൾ പലതും പ്രത്യേക രീതിയിൽ തയ്യാറാക്കപ്പെടുന്നവയാണ്. വിദേശികളും സ്വദേശികളുമായ നിരവധി സഞ്ചാരികളാണ് വർഷം തോറും ഈ സൂര്യനഗരത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനായി ഇവിടെ എത്തുന്നത്. മരുഭൂമിയിലെ പ്രതിസന്ധികളെ സൗന്ദര്യമാക്കി മാറ്റിയെടുക്കുന്നതാണ് ജോധ്പൂരിന്റെ വിജയം. റാവു ജോധ ഡെസേർട്ട് റോക്ക് പാർക്ക് പോലെയുള്ള മരുഭൂമിയിലെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം സൂര്യപ്രകാശത്തെ മനോഹരമായി ഉപയോഗപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ്. ഇവിടുത്തെ വാസ്തുവിദ്യയും സംസ്കാരവും ഈ നഗരത്തിന് സൂര്യനഗരം എന്ന പദവിക്ക് പൂർണ്ണാർത്ഥം നൽകുന്നു. നഗരത്തിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന മെഹ്രാൻഗഡ് കോട്ട ജോധ്പൂരിന്റെ മുഖമുദ്രയാണ്. നഗരത്തിന് മുകളിലായി പാറക്കെട്ടുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ട രാജസ്ഥാനിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ്. കോട്ടയ്ക്കകത്ത് മോത്തി മഹൽ, ഫൂൽ മഹൽ, ശീഷ് മഹൽ, ജാൻകി മഹൽ തുടങ്ങിയ മനോഹര കൊട്ടാരങ്ങളും സ്ഥിതി ചെയ്യുന്നു. ചരിത്രപ്രധാനമായ 7 വാതിലുകളാണ് മെഹ്രാൻഗഡ് കോട്ടയിലുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം വെണ്ണക്കല്ലിൽ തീർത്ത ജസ്വന്ത് താഠ സ്മാരകമാണ്. 1899 ജസ്വന്ത് സിംഗിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി മകൻ സർദർ സിംഗ് നിർമ്മിച്ചതാണ് ഈ സ്മാരകം. കൊത്തുപണികൾ കൊണ്ട് മനോഹരമായ വെള്ള മാർബിളിൽ തീർത്ത ഈ കെട്ടിടം മാർവാറിലെ താജ്മഹൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മാർവാറിന്റെ രാജകുടുംബങ്ങളുടെ ശവകുടീരം കൂടിയാണ് ഇവിടം. തിരക്കുകളിൽ നിന്ന് മാറി സമാധാനം ആഗ്രഹിക്കുന്നവർക്കായി ക്ഷേത്രങ്ങളും പച്ചപ്പും നിറഞ്ഞ മാൻഡോർ പൂന്തോട്ടമാണ് ജോധ്പൂരിൽ സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ജോധ്പൂർ സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ സഞ്ചാരികൾക്ക് കൂടുതൽ മനോഹരമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുക.